ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിന്റെ 133ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൽഫോണിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ടെലിവിഷനിൽ ഏറ്റവും പുതിയ വാർത്തകളുമായി എത്തുന്ന വീക്കിലി റൗണ്ടപ്പ് സ്ഥിരമായി ലഭിക്കുവാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ശുശ്രൂഷയുമായി സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി ലോക പ്രശസ്തയായ മദർ തെരേസയുടെ ഒരു പ്രശസ്ത വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഇപ്രകാരമാണ്: ദ മോസ്റ്റ് ടെറിബിൾ പോവർട്ടി ഈസ് ലോൺലിനെസ് ആൻഡ് ഫീലിംഗ് ഓഫ് ബീയിങ് അൺലൗഡ്. ലോകത്തിലെ ഏറ്റവും ദാരുണകരമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഏകാന്തതയും സ്നേഹിക്കാൻ ആരുമില്ലാതിരിക്കുന്ന അവസ്ഥയുമാണ്. ലോകത്തിൽ ഒരു തരത്തിലും നമുക്ക് യോജിക്കപ്പെടുവാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കോംപ്രമൈസ് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ് ഏകാന്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരും നമ്മളെ സ്നേഹിക്കാതിരിക്കുക എന്ന് പറയുന്നത്. മദർ തെരേസ പറയുന്നത് ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ടെറിബിൾ പോവർട്ടിയാണ്, ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് ഏകാന്തത എന്ന് പറയുന്നത്, ആരും സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത്. എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രേക്ഷകരെ, യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെ ഏകാന്തരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ ഏകരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സമാധാനം നൽകി തന്നുകൊണ്ട്, സന്തോഷം നൽകി തന്നുകൊണ്ട്, സ്നേഹത്തെ പകർന്ന് നൽകി തന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ യേശുക്രിസ്തുവിന്റെ സാമീപ്യം ഒരു പക്ഷേ നിങ്ങൾ ഏകമായിരിക്കുന്ന മുറിയിലും ഏകനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും ആരും നിങ്ങളെ സ്നേഹിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലും യേശുക്രിസ്തുവിന്റെ സാമീപ്യം, യേശുക്രിസ്തുവിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ ആ തലോടൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. യേശുവിന്റെ മക്കളായി തീരുമ്പോൾ, യേശു നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്നെ നിന്റെ മകനായി മകളായി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും ആ ജീവിതത്തിന്റെ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. ഈ മോസ്റ്റ് ടെറിബിൾ പോവർട്ടി ഈസ് ലോൺലിനെസ് ആൻഡ് ഫീലിംഗ് ഓഫ് ബീയിങ് അൺലൗഡ് എന്ന് മദർ തെരേസ പറഞ്ഞുവെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ: യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട്, യേശുവിന്റെ ജീവിതത്തിൽ രക്ഷകനും കർത്തവുമായി സ്വീകരിച്ചുകൊണ്ട് ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആർജിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. യേശു പറഞ്ഞു: ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ ഏകരായി വിടത്തില്ല, നിങ്ങളെ സ്നേഹമില്ലാത്തവരായി തീരുന്നില്ല, കാരണം ഞാൻ തന്നെ സ്നേഹമാകുന്നു. യേശു പറഞ്ഞു: ഞാൻ സ്നേഹമാകുന്നു, നിങ്ങൾക്ക് സ്നേഹം നൽകി തരുവാൻ, നിങ്ങളെ അനാഥരായി വിടാതിരിക്കുവാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാകിസ്ഥാനിൽ വെച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന അമേരിക്ക ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഹോർമീസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തു. ഇറാന്റെ തുറമുഖത്തിലേക്കോ ഇറാൻ തുറമുഖത്തിൽ നിന്നോ ഉള്ള ഒരു കപ്പലിനും ഉപരോധത്തെ മറികടന്ന് മുന്നോട്ട് പോകാനാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ മേഖലയിൽ സംജാതമായിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അനേക ചരക്ക് കപ്പലുകൾ തിരികെ പറഞ്ഞു വിട്ടതായിട്ടാണ് അറിവുകൾ. വാണിജ്യ രംഗത്ത് വൻ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ദൗർലഭ്യവും സാധനങ്ങളുടെ വില കൂടുതലും ഇതുപോലുള്ള സാഹചര്യ യുദ്ധ സമാനമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ ചർച്ചകൾ പരാജയപ്പെട്ടുവെങ്കിലും പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അടുത്ത മധ്യസ്ഥ ചർച്ചകൾ ഉടൻ തന്നെ നടക്കുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ചർച്ച നടക്കുന്നത് വരെ വെടിനിർത്തൽ തുടരുമെന്നും വാർത്തകളുണ്ട്. 2 ആഴ്ചത്തേക്ക് പ്രഖ്യാപിച്ച വെടിനിർത്തൽ തുടരുമെന്നും ആണ് നമ്മുടെ പ്രതീക്ഷ. യുദ്ധത്തിന്റെ ഈ പ്രത്യേക സമയത്ത് വിവിധ രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് വിമുഖത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം UN പ്രത്യേക കണക്കുകൾ പ്രകാരം കോടിക്കണക്കിന് ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും കടന്നു പോകുമെന്നാണ് യുദ്ധാനന്തര വാർത്താ റിപ്പോർട്ടുകളിൽ UN പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ അറിയിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ലോക രാഷ്ട്രങ്ങൾ മാറി നിൽക്കുന്നതിനും ലോകത്ത് സമാധാനം ഉണ്ടാകുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 29ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 9 മുതൽ 12 വരെ ഡെൻവറിൽ വെച്ച് നടക്കുന്നതാണ്. ഡെൻവറിൽ വെച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ പ്രധാന പ്രാസംഗികരായി പാസ്റ്റർ റെജി മാത്യു, പാസ്റ്റർ ഷിബു തോമസ്, പാസ്റ്റർ ടോണി സ്റ്റുവാർട്ട്, പാസ്റ്റർ അനീഷ് തോമസ്,
പാസ്റ്റർ ഗ്ലാഡ്സൺ വർഗീസ് എന്നിവർ ആയിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പാസ്റ്റർ ബെൻസൺ എബ്രഹാം, പാസ്റ്റർ സൈമൺ ഫിലിപ്പ് വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ ഷിബു സാമുവൽ സെക്രട്ടറി, പാസ്റ്റർ ജെയിംസ് എബ്രഹാം ട്രഷറർ, പാസ്റ്റർ ഡാർവിൻ വില്യം ഇംഗ്ലീഷ് സെഷൻ കൺവീനർ, പാസ്റ്റർ ബെൻസൺ എബ്രഹാം നാഷണൽ കൺവീനർ എന്നിവരാണ് 29ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഫാമിലി കോൺഫറൻസിന്റെ ഭാരവാഹികൾ. ദീർഘകാലം ചിക്കാഗോ ഹിൽസൈഡിൽ താമസിച്ചിരുന്ന ബ്രദർ ഏബ്രഹാം കുര്യന്റെ സഹധർമ്മിണി സിസ്റ്റർ ഏലിയാമ്മ എബ്രഹാം കുഞ്ഞുമോൾ 75 വയസ്സ് ഡാളസിൽ വെച്ച് കഴിഞ്ഞ ദിവസം നിര്യാതയായി. ശവസംസ്കാരം ഏപ്രിൽ 25 ശനിയാഴ്ച ഷിക്കാഗോയിൽ നടക്കും. റാന്നി കൊറ്റനാട് പനന്തോട്ടത്തിൽ കുടുംബാംഗമാണ് പരേത. ലിൻഡ, ലാൻസ്, ലീന എന്നിവരാണ് മക്കൾ. കുഞ്ഞുമോൻ ഡൽഹി, മോളി ഷിക്കാഗോ, സാബു ഷിക്കാഗോ എന്നിവർ സഹോദരങ്ങളാണ്. 1975 സിസ്റ്റർ ഏലിയാമ്മ എബ്രഹാം ചിക്കാഗോയിൽ എത്തിയത്. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് അറിയിക്കുകയും ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോർത്ത് അമേരിക്കൻ പെന്തക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം ക്രൈസ്തവ സാഹിത്യ രചനകൾ അവാർഡിനായി ക്ഷണിക്കുന്നു. ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് പീസിന കോൺഫറൻസ് വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള രചനകളാണ് ക്ഷണിച്ചിരിക്കുന്നത്. പീസിനാക്കിന്റെ മീറ്റിംഗിൽ വെച്ച് റൈറ്റേഴ്സ് ഫോറം അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് അതിന്റെ ഭാരവാഹികളായിരിക്കുന്ന പ്രസിഡന്റ് രാജൻ ആര്യപ്പള്ളി, സാം മാത്യു വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി നിബു വെള്ളവന്താനം എന്നിവർ അറിയിച്ചു. 40ാമത് പീസിന കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സുവനിയർ പ്രസിദ്ധീകരിക്കുന്നു. അതിലേക്കുള്ള രചനകൾ ക്ഷണിക്കുന്നതായി ചീഫ് എഡിറ്റർ തോമസ് മുല്ലക്കൽ അറിയിക്കുന്നു. ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് പീസിന കോൺഫറൻസിനോടനുബന്ധിച്ച് നടക്കുന്ന സുവനിയറിലേക്കുള്ള രചനകൾ എത്രയും വേഗം ചീഫ് എഡിറ്റർ തോമസ് മുല്ലക്കനെയോ പബ്ലിഷർ കുര്യൻ ഫിലിപ്പിന്റെ അരികിലോ എത്തിക്കണമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിലുള്ള മാസയോഗം നാളെ ശനിയാഴ്ച വൈകിട്ട് 6:30 മണിക്ക് ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ സാം മാത്യു അറിയിച്ചു. FECC ഭാരവാഹികളായിരിക്കുന്ന സീവർ ജെയിംസ്, പാസ്റ്റർ MG ജോൺസൺ എന്നിവരും എല്ലാ ദൈവദാസന്മാരും വിശ്വാസികളും ഈ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ കിരൺ വിജയകുമാർ ദൈവവചനം സംസാരിക്കുന്നതാണ്. ചിക്കാഗോയിൽ ജൂലൈ ആദ്യവാരം നടക്കുന്ന 40ാമത് പീസിന കോൺഫറൻസിന്റെ രജിസ്ട്രേഷൻ തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രൊമോഷണൽ മീറ്റിംഗുകൾ നടന്നു വരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച കാനഡ ടൊറോണ്ടോയിൽ വെച്ച് നടന്ന പ്രൊമോഷണൽ മീറ്റിംഗിൽ നിരവധി പേർ പങ്കെടുത്ത് പ്രൊമോഷനിലേക്ക് വിജയിപ്പിച്ചതായി സംസ്ഥാന ഭാരവാഹികൾ അറിയിക്കുന്നു. തുടർന്നുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും മിഷിഗൺ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ പ്രൊമോഷണൽ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. ജൂലൈ ആദ്യവാരമാണ് ഷിക്കാഗോയിൽ വെച്ച പീസിന കോൺഫറൻസ് നടക്കുന്നത്. ലോക പ്രശസ്ത പ്രസംഗികർ ഈ സമ്മേളനത്തിൽ ദൈവവചനം സംസാരിക്കും. വിവിധ പരിപാടികൾ ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് നടത്തി വരുന്നു. രജിസ്ട്രേഷൻ തുടരുന്നു. ദയവായി pcnac.chicago.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിശദ വിവരങ്ങൾ അറിയണമെന്ന് അതിന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. ബീറ്റ്സ് അവതരിപ്പിക്കുന്ന നിർവ്യാജ സ്നേഹം എന്ന പേരിലുള്ള സംഗീത പരിപാടി മെയ് മാസം 3-ാം തീയതി ഞായറാഴ്ച ഫിലദൽഫിയയിലുള്ള IPC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രശസ്ത ഗായകരായ നൈനാൻ കൊടിയാട്ട്, ഷീബ ജോർജ്, സാംസൺ ഹെവൻലി ബീറ്റ്സ് എന്നിവർ സംഗീതങ്ങൾ ആലപിക്കും. IPC NRIയുടെ പ്രഥമ സമ്മേളനം ജൂലൈ 24 മുതൽ 26 വരെ ഫിലദൽഫിയയിൽ വെച്ച് നടക്കുമെന്ന് IPC NRI ഗ്ലോബൽ കൺവീനർ ഡോക്ടർ ജോർജ് മാത്യു അറിയിച്ചു. ഈ സമ്മേളനത്തിൽ ഡോക്ടർ T. വത്സൻ എബ്രഹാം, പാസ്റ്റർ ബേബി വർഗീസ്, പാസ്റ്റർ ക്രിസ് ജാക്സൺ, പാസ്റ്റർ നൂറുദ്ദീൻ മുള്ള എന്നിവർ ദൈവവചനം സംസാരിക്കും. സഹോദരി സമ്മേളനത്തിൽ സിസ്റ്റർ അക്സ പീറ്റേഴ്സൺ ദൈവവചനം സംസാരിക്കുന്നതാണ്. ഗ്ലോബൽ കൺവീനർ ഡോക്ടർ ജോർജ് മാത്യു, സെക്രട്ടറി റവറൻ ഡോക്ടർ തോമസ് കിടങ്ങാലിൽ എന്നിവർ ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നു. ഗ്ലോബൽ ബെഥലൈറ്റ്സ് ഫാമിലി കോൺഫറൻസ് ജൂൺ 17 മുതൽ 21 വരെ ന്യൂജേഴ്സിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ബാംഗ്ലൂരിലുള്ള ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പൂർവ്വ വിശ്വാസികളുടെ സംഗമമാണ് ഗ്ലോബൽ ബെഥലൈറ്റ്സ് ഫാമിലി കോൺഫറൻസ് എന്ന പേരിൽ വർഷം തോറും ന്യൂജേഴ്സിയിൽ വെച്ച് നടത്തുന്നത്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ MA വർഗീസ്, പാസ്റ്റർ ഏബ്രഹാം വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകും, ദൈവജനം സംസാരിക്കും. ഈ സമ്മേളനത്തിലേക്ക് മുൻ ബാംഗ്ലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ബഥേൽ സഭാംഗങ്ങളെ സംഘാടകർ ക്ഷണിച്ചിട്ടുണ്ട്.
IPC ഗുജറാത്ത് സ്റ്റേറ്റ് പ്രസിഡന്റായി പാസ്റ്റർ PA ജോർജിനെ വീണ്ടും തെരഞ്ഞെടുത്തു. പാസ്റ്റർ PA ജോർജ് പ്രസിഡന്റ്, പാസ്റ്റർ O സോളമൻ വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ സാബു തോമസ് സെക്രട്ടറി, ബ്രദർ റോബിൻ എബ്രഹാം ജോയിന്റ് സെക്രട്ടറി, ബ്രദർ ചാക്കോ തോമസ് ട്രഷറർ എന്നിവരെയാണ് അഹമ്മദാബാദിൽ വെച്ച് നടന്ന ജനറൽ ബോഡിയിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികൾക്ക് എല്ലാവിധമായിരിക്കുന്ന അനുമോദനങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ IPC റീജിയനായ IPC മിഡ് വെസ്റ്റ് റീജിയന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മിഡ് വെസ്റ്റ് റീജിയന്റെ പ്രസിഡന്റായി റവറൻ ഡോക്ടർ ഷിബു തോമസ് ഒക്കലഹോമയെ വീണ്ടും തെരഞ്ഞെടുത്തു. പാസ്റ്റർ ജെയിംസ് പൊന്നോലിൽ എബ്രഹാം വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ ബെന്നി പാപ്പച്ചൻ ഒക്കലഹോമ സെക്രട്ടറി, ബ്രദർ വെസ്ലി മാത്യു ഡാലസ് ജോയിന്റ് സെക്രട്ടറി, ബ്രദർ വെസ്ലി ആലിമൂട്ടിൽ ഹ്യൂസ്റ്റൺ ട്രഷറർ, ബ്രദർ ടിജു തോമസ് ഹ്യൂസ്റ്റൺ ജനറൽ കൗൺസിൽ മെമ്പർ, സാം മാത്യു മീഡിയ കോർഡിനേറ്റർ, SP ജെയിംസ് ചാരിറ്റി കോർഡിനേറ്റർ, സാക് ചെറിയാൻ ഒക്കലഹോമ മിഷൻ കോർഡിനേറ്റർ, ആൻസൺ തോമസ് ഓഡിറ്റർ എന്നിവരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഡാലസ് ഹെബ്രോൺ IPC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് തെരഞ്ഞെടുത്തത്. അടുത്ത 3 വർഷത്തേക്കിനാണ് ഇവരുടെ കാലാവധി. അമേരിക്കയിലെ ഏറ്റവും വലിയ റീജിയനാണ് ഒക്കലഹോമ, ഡാലസ്, ഹ്യൂസ്റ്റൺ, സാൻ ആന്റണിയോ, ഓസ്റ്റിൻ എന്നീ സ്ഥലങ്ങളിലുള്ള IPC സഭകളുടെ പൊതു കൂട്ടായ്മയാണ് IPC മിഡ് വെസ്റ്റ് റീജിയൻ. IPC മിഡ് വെസ്റ്റ് റീജിയന്റെ ലേഡീസ് ഫെലോഷിപ്പിന്റെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കൊച്ചുമോൾ ജെയിംസ് പ്രസിഡന്റായി തുടരും, പെണ്ണമ്മ മാത്യു വൈസ് പ്രസിഡന്റ്, ബ്ലസി സാം സെക്രട്ടറി, ആൻ കുര്യൻ ജോയിന്റ് സെക്രട്ടറി, ബ്ലസി ബെന്നി ട്രഷറർ എന്നിവരെയാണ് ഡാലസ് ഹെബ്രോൺ സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ അടുത്ത 3 വർഷത്തേക്കിനായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ചില ആഴ്ചകളായി സുവിശേഷ നിമിത്തം UPയിലെ ജയിലിലായിരുന്ന പാസ്റ്റർ ജോസ് തോമസിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചു. ഫെബ്രുവരി 23-നാണ് മതപരിവർത്തനം ആരോപിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. സുവിശേഷ വിരോധികളുടെ സമ്മർദ്ദം മൂലമാണ് അറസ്റ്റ് നടന്നത്. ഇമ്മാനുവൽ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു പാസ്റ്റർ ജോസ് തോമസ്. 15 വർഷമായി UPയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജോസ് തോമസിന് ജാമ്യം ലഭിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട് അപ്പ് സ്ഥിരമായി കേൾക്കുവാൻ ദയവായി ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളെ അവിടെ അപേക്ഷിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. God bless you. Thank you.